എടാ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി വെച്ചുള്ള ഒരു ചോദ്യം. അപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്, എന്നിട്ട് ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു n/n മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്, അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടി ഇത്രേ ഉള്ളൂ, എന്താണോ അഡ്ജോയിന്റ് എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അത് ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ പവർ ആയിട്ട് നമ്മളുടെ ഓർഡറിനേക്കാളും ഒന്ന് കുറവ് വരുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് ഞാനൊരു 4/4 മെട്രിക്സ് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഈക്വൽ ടു ആൻസർ എങ്ങനെ വരും? ഡിറ്റർമിനന്റ് റൈസ് ടു ഓർഡർ 4 ആയത് കാരണം 4നേക്കാളും ഒന്ന് കുറവ്, അതായത് ഡിറ്റർമിനന്റ് ക്യൂബ് എന്ന ആൻസർ വരും. അപ്പോ നമ്മളുടെ ഇവിടുത്തെ ചോദ്യം ഒന്ന് നോക്കിയേ, ഇതൊരു 3/3 മെട്രിക്സ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, അഡ്ജോയിന്റ് ഈക്വൽ ടു എന്താടാ? ഡിറ്റർമിനന്റ് റൈസ് ടു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് 3 - 1, അതായത് ഡിറ്റർമിനന്റ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ? ബി. സിമ്പിൾ അല്ലേ?